അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തിരക്കൊക്കെ വളരെ സജീവമായിരിക്കുന്ന സമയമാണല്ലോ. നല്ല ഫ്ലക്സുകളും ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നു. അതിലൊരുപാട് സ്ത്രീ പുരുഷന്മാർ വാർഡിലേക്ക്, ബ്ലോക്കിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ എന്താണ് ഈ സ്ഥാനത്തിന് അർഹരാണ്, ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, ഭയങ്കര മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നാവ് കൊണ്ട് വളരെ മനോഹരമായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എന്ത് തോന്നുന്നുണ്ട്, പിന്നെ ഈ ഇത്രയും കാലത്തെ ഇതിനിടയിൽ രാഷ്ട്രീയത്തൊക്കെ നിരീക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ അതൊക്കെ പാലിക്കപ്പെടാറുണ്ടോ ശരിക്കും? ഈ പറയുന്ന അവർ ആ ആവേശത്തിൽ ഇപ്പം ആളുകളെ പിന്നെ എന്ത് ചെയ്യുക, അവരെ പിന്നെ സ്വാധീനിച്ചിട്ട് അവരെ മനസ്സിനെ സ്വാധീനിച്ചുള്ള വോട്ട് വാങ്ങുക എന്നതിന് ആളുകൾ അവരുടെ നാവ് കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുമല്ലോ ഈ സമയത്ത്. യാഥാർത്ഥ്യമാറുണ്ടെന്ന് തോന്നലുണ്ടോ? എന്താ തോന്നണത്? ഇന്ന് പലരും വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായി കൊണ്ട് കൊടുക്കാറുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു മുസ്ലിം ആയിക്കൊണ്ട്, ഒരു വിശ്വാസി ആയിക്കൊണ്ടൊക്കെ ഒരു ഇലക്ഷനൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതാക്കേണ്ടത്. ഇതിൽ ഫസ്റ്റത്തെ സാധനം നമുക്കിപ്പോൾ ആൾക്കാരെ കൊടുക്കുന്ന ഒരു അമാനത്തുണ്ട്. ഇന്നത് ചെയ്യണം, അന്നത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ സംഗതികൾ, ആ ഉറപ്പിൻ്റെ പേരിലാണ് ശരിക്കും ആൾക്കാരെന്താക്കുന്നത്, വോട്ട് ചെയ്യുന്നത്. ശരിക്കും ഈ കാലത്ത് എന്താ വെച്ചാൽ നമുക്കൊരു പാടാണ്. ഇത് മത്സരിക്കുന്നവർക്കായിക്കോട്ടെ അല്ലാത്തവർക്കായിക്കോട്ടെ, ഈ നേതാക്കൾ ഇതിന് ഈ വാഗ്ദാനം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ഇതാക്കുമ്പം ബാക്കിയുള്ളവർക്ക് എന്താണ്, ഈ കാലത്ത് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന അമാനത്തുകൾ നമ്മൾ കൃത്യമായിക്കൊണ്ട് നിറവേറ്റാറുണ്ടോ എന്നുള്ളതും കൂടിയൊക്കെ ശരിക്കും ആലോചിക്കേണ്ടതാണ്. അതന്നെ, ഒരു മുസ്ലിം എന്ന് പറയുമ്പം അവനിപ്പോൾ രാഷ്ട്രീയ ജീവിതം അവന് പറ്റും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തൻ്റെ ജീവിതത്തിൽ പിന്നെ രാഷ്ട്രീയം റസൂലിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ റസൂലിൻ്റെ രാഷ്ട്രീയ ജീവിതം സത്യസന്ധമായിരുന്നു, വിശ്വസ്തത ഉള്ളതായിരുന്നു, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കുന്നതായിരുന്നു, കരാറുകൾ നിർവഹിക്കുന്നതായിരുന്നു, സത്യസന്ധമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിൽ എവിടെ ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോഴും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, പിന്നെ വാർഡുകളിലേക്ക് മത്സരിക്കാം, അതുപോലെ ബ്ലോക്കിലേക്കും ഇതിലേക്കൊക്കെ മത്സരിക്കാം, നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, മുന്നിട്ടിറങ്ങുക, അതിൻ്റെ സ്ഥാനാർത്ഥിയാവാം. അവിടെയൊക്കെ ശരിക്കും ഈ സത്യം ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും എന്തിൻ്റെയൊക്കെ പേരിലായിരുന്നാലും പിന്നെ സത്യസന്ധത എപ്പോഴും പാലിക്കുക എന്നുള്ളത്, പിന്നെ ഖുലിൽ ഹഖ വലൗ കാന മുറൻ, എത്ര കൈപ്പേറിയതാണേലും സത്യം മാത്രം പറയണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയ കിടമത്സരങ്ങളുടെ ഇതിൻ്റെ ഇടയിൽ സത്യത്തെ മൂടി വെക്കപ്പെടുക, അല്ലെങ്കിൽ സത്യവിരുദ്ധമായിട്ട് ഇപ്പം മറ്റുള്ളവരാണ്ട് ഇല്ലാതാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വല്ലത് തകർക്കുക എന്നുള്ളതിന് അസത്യങ്ങൾ, കള്ളവും ഇതൊക്കെ വിളിച്ചു പറയണ ഒരു അവസ്ഥ ശരിക്കും നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊരിക്കലും ഒരു വിശ്വാസിക്കാം അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഉണ്ടാകേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരുന്നാലും സത്യം മുറുകെ പിടിക്കുക, അതുപോലെ കരാറുകൾ പാലിക്കുക എന്നൊക്കെ ഉള്ള കാര്യം അത് അള്ളാഹ് തന്നെ പറയുന്നുണ്ടല്ലോ, കൗലൻ സദീദ, നേരായിട്ടുള്ളത്, ബാക്കിയുള്ളവർക്കൊരു പ്രയാസം, അക്രമം ഉണ്ടാക്കുന്നത്, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചർച്ച വരുമ്പോൾ, ഇപ്പോൾ ഇലക്ഷൻ്റെ കാലമാണ്, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വേഗം എൻ്റെ ഒരു പറച്ചിലൂടെ അവർ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് ആൾക്കാരുടെ ഇടയിൽ പൊതുവെ ഉണ്ടാകുന്നത് നമ്മൾ ഇന്ന് ഒഴിവാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ബാക്കിയുള്ളൊരു എന്തെങ്കിലും ഒരു ഹൈറില്ലാത്തതുണ്ടെങ്കിൽ എന്താക്കുക, ആ സമയത്ത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലിൻ്റെ തന്നെ മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെയും അള്ളയിലും അന്ത്യനാൾ വിശ്വസിക്കുന്നുണ്ട്, ഫൽയകുൽ ഖൈറൻ, ഒന്നില്ലെങ്കിൽ നല്ല പറയുക, അല്ലെങ്കിൽ എന്താക്കുക, ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ അത് പാലിച്ചാൽ ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് വേണ്ടി ഇതെന്താ വെച്ചാൽ ആൾക്കാരാൽ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്, ആൾക്കാർക്ക് നന്മ ചെയ്യേണ്ട ആൾക്കാരാണ്. അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുറേ വർത്തമാനത്തിൽ ആവശ്യമില്ലാത്തത് കൊണ്ടുവന്ന്, സത്യസന്ധമില്ലാത്തത് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഈ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സത്യസന്ധതയോടുകൂടി വാഗ്ദാനങ്ങൾ കൊടുത്ത് ഒരു ഏറ്റെടുത്ത് ചെയ്താൽ അത് ചെയ്യുന്നതിനൊക്കെ ഓൾക്ക് കൂലി ഭയങ്കരമായിട്ട് കിട്ടുന്നത്, ആൾക്കാരെ സേവിക്കാനുള്ളത്. ജനസേവനം എന്ന് പറഞ്ഞത് ശരിക്കും ഇസ്ലാമിൽ ഭയങ്കര പുണ്യമുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ പല സന്ദർഭങ്ങളിലും ഖുർആനും പിന്നെ ഒക്കെ പറയുന്നുണ്ടല്ലോ, പിന്നെ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ വഹുവ മുഅ്മിൻ, വിശ്വാസി ആയിക്കൊണ്ട് അമലു സ്വാലിഹാത്ത് ചെയ്യുക എന്നുള്ളത് അമലു സ്വാലിഹാത്തിൽ പെടുന്ന കാര്യമാണല്ലോ. ആളുകളുടെ പ്രയാസങ്ങൾ നീക്കുക, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ കളവ് പറച്ചിലും, ഇപ്പോൾ സത്യസന്ധത ഇത് പറയുമ്പം തന്നെ പറയേണ്ട സാധനമാണല്ലോ. ഇത് കളവ് പറച്ചിൽ പറഞ്ഞാൽ ഇപ്പം ഈ ഒരാളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക,
അപ്പോൾ അയാളൊരു മത്സരിക്കുന്ന ആളാണ്, നമ്മൾ അയാളുടെ ശത്രുപക്ഷത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് ആ മണ്ഡലത്തിലും ഇതിലൊക്കെ കുറച്ചൊരു സ്വീകാര്യത ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം തന്നെയാണിത്. ഒരാളെപ്പറ്റി എന്താ കള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ട് അയാളെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം, അതൊക്കെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കളവ് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ ഭയങ്കര തെറ്റും കുറ്റമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇടപെടുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ വിശ്വാസികൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ എന്നോട് പടച്ചോന്ന് ചോദിക്കുമല്ലോ, ഞാനിത് കഴിഞ്ഞാൽ കാലാകാലം ഇവിടെ നിൽക്കേണ്ടതല്ല, കാലാകാലം സ്ഥാനാർത്ഥിയായി പോകേണ്ടതില്ല, സ്ഥാനത്ത് എന്തായാലും മികച്ച വേണ്ടതാണ് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ഞാൻ എന്താളോട് പറയുന്നതും ഇത് കൂടുതൽ ഉത്തരവാദിത്തം കൂടുകയാണ്. അപ്പോൾ അതെ, എല്ലാ ഉത്തരവാദിത്തങ്ങളും അള്ളാഹ് ചോദിക്കപ്പെടും. മസ്ഊലിയത്ത് ഉണ്ട് അല്ലേ, കൊല്ലു മസ്ഊല റഅയ്യത്തി, അവർ ചോദിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കളവ് വരില്ല. ഇനി എന്തെങ്കിലും വേറെ ആൾക്കാർ പറയണമെന്നുണ്ടെങ്കിൽ അതെന്താക്കും, ഈ ഹദീസുകൾ നമ്മുടെ അടുത്ത് മനസ്സിലുണ്ടാകുമ്പോൾ എന്താകും, അത് ഓട്ടോമാറ്റിക്കലായി കുറയുന്നത്. ഇത് അള്ളാഹ് ചോദിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അടുത്ത് ഉണ്ടാകുകയാണെങ്കിൽ എല്ലാം ചോദിക്കപ്പെടുമല്ലോ. ഇപ്പോൾ നേതാവാണെങ്കിൽ അണികൾക്ക് എന്ത് ചെയ്തും ചോദിക്കപ്പെടും. ഒരു വീട്ടിലത്തെ ഒരു ഉടമസ്ഥനാണെങ്കിൽ തൻ്റെ അഹലുകാർക്ക് എന്താണെന്ന് ചോദിക്കപ്പെടും. അപ്പോൾ എല്ലാം ചോദിക്കപ്പെടും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ കളവെന്നൊക്കെ വളരെ മാറി നിൽക്കാന്നുള്ള നമുക്ക്. പിന്നെ തെറിവിളി, ഇപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിലൊക്കെ രണ്ടാളുകൾ മത്സരിക്കുന്നു, അപ്പൊ ഓഫ്ലൈനായി തെറിവിളി കുറച്ചിട്ട് ഓൺലൈനിൽ തെറിവിളികൾ. ശരിക്ക് മത്സരങ്ങൾ നടക്കട്ടെ, ആവേശം ഉണ്ടാകട്ടെ, പാർട്ടികൾ തമ്മിലുള്ള ആവേശവും ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലലും ഇതൊക്കെ സത്യസന്ധമായ വാഗ്ദാനങ്ങളും ഇതൊക്കെ സത്യസന്ധതയൊക്കെ ഉണ്ടാവണം എന്നതോടൊപ്പം തന്നെ പിന്നെ ഈ പക്ഷങ്ങൾ ചേർന്നിട്ട് സ്ഥാനാർത്ഥികൾ തമ്മിലല്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും ഒരു വണ്ടിമേലൊക്കെ പോയി കണ്ട് വോട്ട് വയ്ക്കണ രസകരമായിട്ടുള്ള കാഴ്ചകളും അങ്ങനത്തെ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ തമ്മിലുള്ള പാർട്ടിക്കാർ തമ്മിൽ മാറി നിന്നിട്ട് പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു വേണ്ടി വെച്ചാൽ ഓലെ ദേഷ്യം ഓലെ പക തീർക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നേരത്തെ സലാം പറഞ്ഞല്ലോ, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒന്നെങ്കിൽ നല്ലത് പറയാം. നമ്മൾ ഏത് സമയത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെ അവസ്ഥയിലായിരുന്നാലും ശരി സംസാരിക്കേണ്ടത് നല്ലത് പറയാം. അതൊരു വിശ്വാസിൻ്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കണം. അത് ഞാൻ രാഷ്ട്രീയത്തിലാകുമ്പോൾ എൻ്റെ തൊള്ള വേറൊരു കോലത്തിൽ, ഞാൻ പള്ളിയിലാകുമ്പോൾ എൻ്റെ തൊള്ള വേറൊരു കോലത്തിൽ, അങ്ങാടിയിലാകുമ്പോൾ വേറെ ഇങ്ങനല്ലല്ലോ. നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെ സംസാരവും നമ്മളിതും അത് മാന്യമായിരിക്കുക, മര്യാദയോടെ കൂടിയായിരിക്കുക, നല്ല വാക്കുകൾ പ്രയോഗിക്കുക. പ്രതിയോഗികൾക്കെതിരെ പറയേണ്ടത് രാഷ്ട്രീയപരമായി സത്യസന്ധമായി അതിനെ നേരിടുക എന്നുള്ള ഒരു കാര്യം നമ്മളിൽ നിന്ന് ഉണ്ടാവണം തോന്നുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംസാരിക്കുമ്പോഴാണ് ഇത് വരിക. ഇത് പ്രധാനമായിട്ടും ഈ നേതാക്കൾ കൂടുതൽ ഇടപഴകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അത് ഏറ്റവും നല്ല രൂപത്തിലായാൽ നല്ല വാക്കുകൾ കൊണ്ട് അയാൾക്കെന്നിട്ട് അത് നല്ല ക്വാളിറ്റി ആയിട്ട് വരും തന്നെയാണ്. അത് തന്നെയാണ് ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശ്വാസികൾ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ വേറെ ഒന്നുള്ളത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വാർഡ് പഞ്ചായത്ത് ഉണ്ടാകുമ്പോൾ അതിൽ വലിയ പണക്കാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, ആൾക്കാരുണ്ടാവും. ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ഓൻ്റെ ഇപ്പം ചിലപ്പം മിക്കവാറും വലിയൊരു കുടുംബത്തിന് സ്വാധീനം ഓൽക്കാ വാർഡിൽ കുറച്ച് സ്വീകാര്യത ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ വരും. അപ്പോഴും ഈ പറഞ്ഞ മാതിരി നീതിയുടെ കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ ആൾക്കാർ, അപ്പോൾ ഓൽക്ക് ഞാനിത് മറ്റുള്ള ആ സാധനം ഉണ്ടാവരുത് എന്നുള്ളത് ശരിയാണ്. ഉള്ളവരുണ്ടല്ലോ, യാ അയ്യുല്ലദീനാമനു കൂനു ഖവ്വാമിനില്ല, അള്ളാഹ് കൊണ്ട് നിലനിൽക്കണം ബിൽ ഖിസ്ത് എന്ന് പറയുന്നത്. ഇത് ഈ സമയത്ത് ഏറ്റവും കൂടുതലാണ് കുറേ ടീമായിട്ടുണ്ടാവും, കുടുംബപരമായിട്ടുണ്ടാവും, അല്ലെ രാഷ്ട്രീയപരമായിട്ട് പല ടീമുകളുണ്ടാവും. പക്ഷെ നീതി കറക്റ്റ് ബാക്കിയുള്ളവരുടെ അപ്പുറത്താണെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഇതിലോ നിങ്ങൾ എന്താക്കണം, നീ നടപ്പാക്കണം, ഹു അഖ്റബുൽ ഇത്തഖ്വ, അതാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത. പിന്നെ നമ്മളെ ഇവിടെ ഉള്ളത് നമ്മളെ കുടുംബക്കാർ, നമ്മളെ ആൾക്കാർ, അപ്പുറത്തുള്ളത് വേറെ ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ ആൾക്കാർ അപ്പം ഞാൻ ബലപ്പം, അപ്പോൾ അത് വേറെ അങ്ങനെയല്ലല്ലോ. ഇത് നീതി ഇവിടെ, അത് എൻ്റെ കുടുംബത്തിനെതിരായാലും ഞാനിവിടെയാണ്. ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. അതൊക്കെ ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അതാണല്ലോ റസൂൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതും. ഇപ്പം ജൂതനായൊരു മനുഷ്യന് നേരെ ഒരു ആരോപണം ഉണ്ടായി, അയാളാണ് പടയങ്കി മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അല്ലായിരുന്നു, മുസ്ലിം പക്ഷത്തു നിന്നുള്ള ആളായിരുന്നു മോഷ്ടിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷത്തിൽ അതിൻ്റെ തെളിവ്, കാരണം ഈ ഇത് കൊണ്ടേക്കാണ്ട് ഈ ആരെ പേരിലാണ് ആരോപിക്കപ്പെട്ട ആ ജൂതൻ്റെ പേരെ കൊണ്ടേക്കാണ്ട് ഇയാൾ പണയം വെച്ചിന്, തൊണ്ടി മുതൽ കിട്ടുന്ന ജൂതൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിനെതിരെ വിധിച്ചു. അവിടെ ഖുർആൻ ഇറങ്ങുകയാണ്,
പിന്നെ ഈ ഇതിൽ ജൂതൻ്റെ ഭാഗത്താണ് നീതി എന്ന് പറഞ്ഞിട്ട്, അപ്പം അതിൽ പാലി ആ ജൂതന് വേണ്ടി അയാൾ അനീതിക്ക് വിധേയമാകുന്നു എന്ന് കണ്ടിട്ട് അവിടെ ഖുർആനിലെ ആയത്തിറങ്ങാണ് എന്ത്, പിന്നെ ഈ പിന്നെ നീതിയുടെ വിഷയത്തിൽ അയാൾ കുറ്റക്കാരനല്ല, കുറ്റക്കാരൻ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും നീതിയുടെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മൾ അമാനത്ത്, നീതി, നല്ല വാക്കുകൾ ഉപയോഗിക്കുക, സത്യസന്ധത ഉണ്ടാവുക, കളവൊന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതെ, അത് നമ്മളെ വാക്കുകളാണല്ലോ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ ജനാധിപത്യം ആകുമ്പോൾ വാക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പം അതിനൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ഇവർക്കൊക്കെ സാധിക്കട്ടെ, അതിന് പ്രാർത്ഥിക്കുക. ഖൈറാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്.